everyone, welcome back to another video of Sunday meal prep. So ഇന്നത്തെ മെനു എന്താണെന്നുള്ളത് ഇവിടെ ഞാനിപ്പോൾ ലിസ്റ്റിലിടാം. And then let's get to the video and see how it's done. എല്ലായിടത്തും നിരത്തി വെച്ചാലേ എനിക്ക് ആദ്യം ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയ വരുള്ളൂ. ഇന്നത്തെ ഡിഷസ് കുറച്ച് കളർഫുൾ ആയിട്ട് തന്നെ ആയിരിക്കും. സോ ഫസ്റ്റ് നമ്മൾ ലിസ്റ്റിലുള്ളത് ഒരു ക്യാരറ്റ് കൊണ്ട് പണിയാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓറഞ്ച് കളറിലുണ്ടാവും. പിക്കി ഈറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് ആഡ് ചെയ്താൽ അവർക്ക് പോലും അറിയാണ്ട് അത് ഉള്ളിൽ പോയിക്കോളും. വലിയ ആൾക്കാർക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് ഓണിയനും കുറച്ച് ഹിങ് ഒക്കെ ഇടും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പക്ഷേ കുട്ടികൾക്ക് ഉണ്ടാക്കുമ്പോൾ അധികം അങ്ങോട്ട് നമ്മൾ റിയൽ പണിയാരത്തിൻ്റെ ഫ്ലേവർ മാറ്റിയാൽ ചിലപ്പോൾ അവർ തൊടുകൂടിയില്ല. അതുകൊണ്ട് ഞാൻ വെറും കരിവേപ്പിലയും ക്യാരറ്റും മാത്രമാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. പിന്നെ റെഗുലർലി അധികം എണ്ണയിൽ ഒഴിച്ച് പൊരിക്കാണ്ട് ലേശം സ്പ്രേ മാത്രം ചെയ്തിട്ട് ഞാൻ അതിനെ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിതിൽ ഒരു നുള്ള് ബേക്കിംഗ് സോഡ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ഫ്ലഫിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫൈനൽ റിസൾട്ടിൽ നല്ല സോഫ്റ്റായിട്ട് വരും. ഇതിന് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ എടുത്ത് ചൂടാക്കി കഴിച്ചാലും ഇതുപോലെ തന്നെ സോഫ്റ്റായിട്ടിരിക്കും. അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വടക്കറിയാണ്. ഇത് ചെന്നൈയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കറിയാണ്. ഇത് ഞാൻ നേരത്തെ സോക്ക് ചെയ്തിട്ട് ചനാ ദാലിൽ 2 വറ്റൽമുളകും 1 സ്പൂൺ പെരുംജീരകം ഇട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഒരു കപ്പ് എടുക്കുവാണെങ്കിൽ ഞാനൊരു 2-3 വറ്റൽമുളക് ഇട്ടാൽ മതി. അത് ഞാൻ ഇങ്ങനെ അട പോലെ ദോശത്തവയിൽ പരത്തി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു വോക്കിൽ ബിരിയാണി സ്പൈസസ് കുറച്ച്, 1 കപ്പ് ഉള്ളി, 1 ചെറിയ ടൊമാറ്റോ, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. മസാല എന്ന് പറയുന്നത് ഒരു പിഞ്ച് ഓഫ് ടേമറിക്, 3 ടേബിൾ സ്പൂൺ കൊറിയാൻഡർ പൗഡർ, 3 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1 കപ്പ് മിന്റ് ലീസിനെ ഞാൻ അരച്ചതിൽ ചേർക്കുന്നുണ്ട്. ഇത് കുറച്ചുകൂടെ വെജിറ്റബിൾ ഫിൽഡ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കപ്സ് ഓഫ് ഫ്രീസ്ഡ് കോളിഫ്ലവർ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ വാങ്ങിക്കുന്നത് അധികം വരുന്നത് ഫ്രീസ് ചെയ്ത് വെക്കുന്നതാണ്. ഒത്തന്റിക് വടക്കറിയിൽ ഒരു വെജിറ്റബിൾ ഉണ്ടാവില്ല, വെറും ഉള്ളിയും തക്കാളി മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിൽ ഞാൻ ആവശ്യത്തിന് ഉപ്പിടുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്, ഒന്ന് ആ സ്പൈസസ് ബ്ലെൻഡായി വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഓപ്ഷണലാണ്. ബുലിയോൺ ക്യൂബ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഇടാം. ഞാൻ എൻ്റെ അടുത്ത് പൗഡറിലുണ്ട്, ഞാൻ അത് ഇടുന്നുണ്ട് ഒരു എക്സ്ട്രാ ബൂസ്റ്റ് ഓഫ് ഫ്ലേവറിന്. പിന്നെ നമ്മൾ നേരത്തെ തട്ടി വെച്ച വടനെ നമ്മൾ അതിനെ പൊട്ടിച്ച് നമ്മൾ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യണം. ഈ പരുവത്തിൽ കാണാൻ ഒരു മുട്ടപ്പൊടി മാസ് പോലെ ഉണ്ടാവും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അത് അങ്ങനെ കുറുകി വരും. ഒരു 15 മിനിറ്റ്സ് നല്ല വെന്ത് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് സിലാൻഡ്രോ ചോപ്പ് ചെയ്ത് മേലെ ഇടുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ അപ് ടു 2 to 3 ഡേയ്സ് സ്റ്റോർ ചെയ്ത് വെക്കാം. അടുത്ത് നമ്മൾ ഇടിയാപ്പാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ റൈസ് ആൻഡ് റാഗി മിക്സ്ഡ് ആണ്. റാഗി മാത്രം ഉണ്ടാക്കാം, പക്ഷേ പിള്ളേർക്ക് റാഗീൻ്റെ ടേസ്റ്റ് ചില കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. അപ്പോൾ റൈസ് ഫ്ലവറും കൂടെ മിക്സ് ചെയ്യുമ്പോൾ അധികം ഫ്ലേവർ തോന്നില്ല. അത് ചോക്ലേറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് പറ്റിക്കാമല്ലോ. ഈക്വൽ പാർട്സ് ഓഫ് റൈസ് ഫ്ലവർ ആൻഡ് റാഗി ഫ്ലവർ ആണ് ഞാൻ എടുത്തേക്കുന്നത്. അതിലൊരു പിഞ്ച് ഓഫ് സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ചൂടുവെള്ളം, തിളച്ച ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിനെ കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ഡോ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഇടിയാപ്പം പിഴിഞ്ഞ് വരും. ഇത് ഗ്രീസ് ചെയ്യണമെന്ന് ആവശ്യമില്ല, ഞാൻ പെട്ടെന്നൊന്ന് ഇളകി വരാൻ വേണ്ടി ഗ്രീസ് ചെയ്യണമെന്നേ ഉള്ളൂ. ഇത് ഗ്രീസ് ചെയ്തതിന് ശേഷം ഞാൻ അടിയിൽ കുറച്ച് തേങ്ങ ഇട്ടിട്ട് അതിൻ്റെ മേലെ ഞാൻ റെഗുലർലി നമ്മൾ ഇടിയപ്പം പിഴിയുന്ന പിഴിഞ്ഞെടുക്കുകയാണ്. ഞാൻ ഇഡ്ഡലി തട്ടിൽ, നിങ്ങൾക്ക് ഇടിയപ്പത്തിൻ്റെ തട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇതിലിപ്പോൾ നിങ്ങൾ കളർ കാണുന്ന ഈ കളറായിരിക്കില്ല, വെന്ത് വരുമ്പോൾ കുറച്ചുകൂടെ ഡാർക്കർ കളറിലാണ് ഉണ്ടാവുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന സാധനമല്ലേ എന്ന് നിങ്ങൾ വിചാരിച്ചുവാണെങ്കിൽ ചിലവർക്ക് അറിയാതിരിക്കാം. പക്ഷേ എന്നെപ്പോലത്തെ മില്ലേനിയൽ മംസിന് ചില ആൾക്കാർക്കൊന്നും ഇത് അറിയുന്നില്ല. ഇതൊക്കെ ഒരു ഓപ്ഷനാണോ എന്ന് അവർ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ടാവില്ല. അതിന് വേണ്ടി ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പ്രത്യേകിച്ച് വർക്ക് ഫ്രം ഹോമോ അല്ല വർക്കിന് പുറത്ത് പോകുന്ന അമ്മമാരാണെങ്കിൽ എന്നും ഇതുപോലെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ കഴിച്ച് വളർന്ന ഭക്ഷണങ്ങളൊന്നും പിള്ളേർക്ക് കൊടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ടാവില്ല. സോ എൻ്റെ അടുത്ത് എൻ്റെ കുറേ ഫ്രണ്ട്സ് പറയാറുണ്ട്, ഇതിങ്ങനെ നീ ഓരോന്ന് ഇടുമ്പോഴാണ് എനിക്കിതൊക്കെ ഓർമ്മ വരുന്നത്. ഇതൊരു ഓപ്ഷനാണല്ലേ, ഇത് ചെയ്യാമല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു റിമൈൻഡർ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതും അറ്റ്ലീസ്റ്റ് ഒരു 2 to 3 ഡേയ്സ് കേട് വരാണ്ട് ഫ്രിഡ്ജിലുണ്ടാവും. മൈക്രോവേവിൽ ചൂടാക്കുമ്പോൾ നമുക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഇതിൽ വെച്ചിട്ട് ഈ കപ്പോടെ ചൂടാക്കുവാണെങ്കിലും നല്ലോണം സോഫ്റ്റായിട്ട് ഇതുപോലെ തന്നെ ചുട്ടാന്നുള്ളത് പോലെ തന്നെ നമുക്ക് കിട്ടും. കുറേ ട്രയൽ ആൻഡ് എറർ കഴിഞ്ഞിട്ടാണ് ഞാൻ നല്ലോണം ഇടിയപ്പം ഉണ്ടാക്കാൻ പഠിച്ചത്. സോ ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ടു സംബഡി. അടുത്ത് നമ്മൾ ഒരു സ്പിനാച്ച് ഇട്ടിട്ട് ഒരു സേമിയ ഉപ്മാവ് പോലെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ളതാണ്. നമ്മൾ ഉള്ളി ഒന്നും ചേർക്കുന്നില്ലാത്തതുകൊണ്ട് ഇതും ചീത്തയാവാണ്ട് ഫ്രിഡ്ജിൽ ഇരുന്നോളും. ഞാൻ വെറുതെ സ്പിനാച്ചിന് ഒരു ബഞ്ച് ഓഫ് സ്പിനാച്ചിനെ ഞാൻ അടിച്ച് തനിയെ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഓയിലിൽ കുറച്ച് മസ്റ്റേർഡ് സീഡ്സ്, കറി ലീവ്സ് ആൻഡ് ഒരു 2-3 വറ്റൽമുളകും കൂടെ ഇട്ടിട്ട് സേമിയ ഇട്ടിട്ട് നല്ലോണം സോട്ടേ ചെയ്ത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അതിലേക്ക് അടിച്ച സ്പിനാച്ചും കൂടെ ചേർത്ത് കുറച്ച് നേരം വേവിക്കുക, ഉപ്പും ഇട്ടിട്ട്.
ഇതിൽ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ ഈക്വൽ പാർട്സ് ഓഫ് സേമിയയ്ക്ക് ഈക്വൽ പാർട്സ് ഓഫ് വാട്ടർ ഒഴിച്ച് ഇളക്കിയെടുക്കുക. ലാസ്റ്റ് കുറച്ച് ഞാൻ കോക്കനട്ട് ഷേവിങ്സ് അതിൻ്റെ മേലെ ഇടുന്നുണ്ട്. അഗൈൻ ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന ഫുഡ് ആയിരിക്കും ചിലപ്പോൾ, പക്ഷേ എന്നെ പോലത്തെ ആൾക്കാർ സംബഡി ഹു സ്റ്റാർട്ടഡ് കുക്കിംഗ് വെരി ലേറ്റ്, കുറേ പ്രാവശ്യം എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, അളവറിയാണ്ട് എനിക്കിത് ഒട്ടിപ്പിടിച്ച് ഒരുമാതിരി സ്റ്റിക്കി ആയിട്ടുണ്ട്. സോ ഐ ഹോപ്പ് ദീസ് സ്റ്റോറബിൾ ബ്രേക്ക്ഫാസ്റ്റ് ഐഡിയാസ് ഹെൽപ് സംബഡി ഹു ഹാസ് ജസ്റ്റ് സ്റ്റാർട്ടഡ് കുക്കിംഗ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.